ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് കയറാണ്. എന്താ സ്ഥലത്തിന്റെ പേര് പറഞ്ഞേ? ജബൽ ഹത്ത. ജബൽ ഹൂത്ത. ഈ ഇതിന്റെ മുകളിലാണ് ഇന്ന് ഞങ്ങള് ക്യാമ്പിങ്. അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുന്നതാണ്. വീടൊക്കെ നോക്കിയാ ഫുള്ള് വ്യൂ ആയിരിക്കും അല്ലേ? തണുപ്പ് രാത്രി നല്ല തണുപ്പാന്നാ പറഞ്ഞേ. പള്ളിതാ നമ്മള് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നും കഴിച്ചില്ല. ഒരു ആപ്പിൾ ഓറഞ്ച് കഴിച്ചേ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നും കഴിച്ചില്ല. ആപ്പിളും ഓറഞ്ചും അല്ലേ? വേറെ ഒന്നും കഴിച്ചില്ല. ഇപ്പൊ അവിടെ പോയിട്ട് ഫുഡ് ആക്കണം. ചിക്കൻ വാങ്ങിയത്. ചിക്കൻ കഴിച്ചു പോകണം. അവിടെ കൊണ്ടുപോയി വെയിലത്തൊക്കെ കുറച്ചു നേരം. നല്ല റോഡല്ലേ? അമ്പ കണ്ടില്ല. ഇവിടെ നോക്കണേ. ആട് നോക്കിയാവൂല അതിന്റെ ഇടയില്. ചെവി ഇതാവാൻ തുടങ്ങിട്ടോ. ഈ നോക്കി ഇവിടെ എത്തിയപ്പോ നല്ല വ്യൂ ആയിട്ടോ. എന്താ പറഞ്ഞ ജി? നമ്മള് നല്ല മോളിൽ കയറിയിട്ടത്. പോകണ്ടേ? ഇനിയുണ്ട് 3-4 വളം. നമുക്ക് തണുപ്പ് രാത്രി നല്ല തണുപ്പാന്ന് പറഞ്ഞേ. ഈ ഏരിയയില് മറ്റേ പാറ വന്ന സ്ഥലം ഇത്. സൈൻ ബോർഡ് ഉണ്ട്. ആരോടാ തുണി കൊടുത്ത് വിളിച്ചു പോണേ? കുറെ ബൈക്ക് റൈഡേഴ്സ് ഉണ്ട് ഈ റൂട്ടില്. ചൂടല്ലോ. അതാ പോണേ. ഇവിടെ അപ്പൊ പുറത്ത് ചൂട്. നമ്മള് വണ്ടിയിലായതുകൊണ്ട് അറിയില്ല. മറ്റേ റെസ്റ്റോറന്റ് എത്തി. ഗസ്റ്റ് ഹൗസ്. ഫുള്ള് ക്യാമ്പ് ചെയ്യാവുന്ന ആൾക്കാരാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്പൊ. തണുപ്പുണ്ട്. നല്ല വ്യൂ ഉണ്ട്. എത്ര തണുപ്പ് എത്ര ഉണ്ട് അപ്പോൾ ഇവിടെ? ഡിഗ്രി നമ്മൾ ഏകദേശം മുകളിലെത്തി. കുറച്ചും കൂടെ മുകളിലേക്ക് പോകണ്ട നമുക്ക്. മുകളിലേക്ക് പോവാ. അവിടുന്ന് ഞങ്ങൾ നേരത്തെ കണ്ട സ്ഥലത്ത് കുറച്ചും കൂടി ഇങ്ങോട്ട് പോകുന്നേ. കുറച്ചും കൂടി മുകളിലേക്ക്. ഇവിടെ ക്യാമ്പിംഗ് സെറ്റപ്പ് വേറെ ഏരിയ. റോഡ് അവിടെ അവസാനിക്കാടാ. വേണ്ട, ഇത് കൂടെ എന്താണ് ഈ റോഡ്? അതെ, ലൊക്കേഷൻ കഴിഞ്ഞ് അതിന് മുകളിലേക്കുണ്ട്. അപ്പുറത്ത് നമുക്ക് അപ്പുറത്തെ സൈഡാ പോണ്ടേ. ഇതന്നെ സ്ഥലം. ഇവിടെ ഇവിടെ അത് പെയ്ഡാണ്. അതൊക്കെ ക്യാമ്പിങ്, ടെന്റ് സ്റ്റേ കാര്യങ്ങളൊക്കെ. ഇത്ര പെട്ടെന്ന് നമ്മളിവിടെ എത്തി. നമ്മളിട്ട ലൊക്കേഷൻ എത്തി. പോവാണ്ട്. അതാ റോഡ് അവിടെ എത്തി അവസാനിക്കുന്ന. രാത്രി ഫുഡ് ഐസ് പോട്ടെ. ഐസ് പോകുന്നില്ല ഇവിടെ. അങ്ങനെ തണുപ്പാ ഗായ്സ്. നിങ്ങള് ഇവിടെ 2 ദിവസം കൂടി നിന്നാലോന്ന് ആലോചിക്കുന്നേ. ഇതേപോലെ അത്ര വൈബ് സ്ഥലം കാണിച്ചു തരാം. നോക്ക്. ഞങ്ങൾ അങ്ങോട്ട് ആ മലൻ്റെ മുകളിൽ പോയിട്ട് അവിടെ നിന്ന് സെറ്റാക്കല്ലേ. ഇവിടുന്ന് സൺസെറ്റ്, അവിടെ സൺറൈസ്. മലന്റെ മേലെ നമ്മളിപ്പോ പിന്നെ എടാ പുറത്ത് നല്ല തണുപ്പുണ്ട്. പക്ഷെ ഉള്ളിൽ ചൂട്. ഇപ്പൊ 18 ഡിഗ്രി. ചൂട് വരുന്നത് വണ്ടിന്റെ ഉള്ളിൽ അല്ലാതെ 18 ഡിഗ്രി. അപ്പൊ പുറത്തുള്ളേ രാത്രി 12-11 എത്തുന്ന പറയുന്നത്.
പക്ഷെ അങ്ങോട്ട് വണ്ടി പോകുന്ന എനിക്ക് തോന്നില്ലടാ. ഓല് പോയത് കറക്റ്റ് സ്ഥലം അപ്പുറം. ഫുള്ള് നമ്മളിപ്പോൾ നല്ല ടോപ്പിൽ ഹൈറ്റിലുള്ളത്. എടാ നമ്മൾ കയറി വന്ന സ്ഥലം അത് അവിടെ കാണുന്നുണ്ട് താഴത്ത്. ക്യാമറ കാണുന്നില്ല. അസ്ത്രം കൊടുത്തു. നല്ല ഹൈറ്റിലാട്ടോ അപ്പൊ നമ്മളില്ലേ ഇവിടുന്ന് കാണുമ്പോ കണ്ടിരിക്കാ. മുന്നോട്ട് പോകും.
ഇവിടെ എത്തി സംഭവം ഫുള്ള് സെറ്റാക്കി ക്യാമ്പിങ്ങിൻ്റെ വെള്ളം ഗ്യാസ് സ്റ്റൗ പിന്നെ എന്താണ് ഞാൻ ഷോക്സ് അയച്ചു പിന്നെ തണുപ്പ് വരെ ഞാൻ തിരിച്ചിട്ട് വണ്ടി അവിടെ വെച്ചാ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് ആക്കണം. ഫുഡൊന്നും കഴിച്ചില്ല. എന്താക്കപ്പനെ വെള്ളത്തിലോട്ട് പുറത്ത് വെക്ക് ബ്രെഡ് ഓംപ്ലേറ്റ് ആക്കാം. അപ്പോൾ അത് കാണാം സെറ്റായി. ഇനിയിപ്പോൾ ബ്രെഡ് ഓംപ്ലേറ്റ് ആക്കല്ലേ ഇന്നിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് രാത്രി ഗ്രില്ല് അൽഫാമാക്കാണ്ട്. ഇവിടുത്തെ വ്യൂ ഉണ്ടില്ലേ സൺസെറ്റ് ആയാ ഇപ്പോൾ സമയം എത്രയാടാ? സമയം ചാർജ് ചെയ്യുന്നു മാച്ച് 4:45. എടുത്താ മുട്ട എടുത്താ ഇല്ല എനിക്ക് വന്നാൽ എനിക്ക് വേണ്ട. ആ ബ്രെഡ് തുറന്നാൽ 2 ബ്രെഡ് എടുക്കാൻ വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ ചോദിക്കണ്ട. വേണമെങ്കിൽ ബ്രെഡ് എടുത്ത് ഇതിപ്പോൾ ഉപയോഗം 4 മുട്ട രണ്ടെണ്ണത്തി കൊള്ളുള്ളൂ. 2 വെക്ക് ഒന്നും കൂടെ അതേപോലെ ആക്കാലോ. 8 മുട്ട അല്ല ഇത് പറഞ്ഞ 4 3 അല്ലേ? എന്ത് അറിയാം ബ്രെഡ് ഇതിന് മുകളിൽ വേണം. അപ്പോൾ നമ്മൾ ഓംപ്ലേറ്റ് ഇവിടെ സെറ്റായി. സൺസെറ്റ് അവിടെ സെറ്റാവുന്നത്. ചായ താവില്ലല്ലോ മോനെ, തിളക്കില്ലല്ലോ. ആ കപ്പെടുത്തേ ചായ ചൂടാന്നില്ല. ക്യാമറ നോക്കിയാൽ കറച്ചല്ലേ അക്ക അവിടെ കാണില്ല പറഞ്ഞേരി. പക്ഷേ ഇതിൽ ഈ കാണുമ്പോൾ ഇതാ ബ്രെഡ് ഓംപ്ലേറ്റ്. ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല. ഉച്ചക്ക് 2 ആപ്പിൾ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. 2 ആപ്പിളും 3 നേരങ്ങ. ഇങ്ങോട്ട് എന്താ പറയാ നല്ല തണുപ്പിട്ടാ നീങ്ങിരിക്കും. മൂപ്പര് അയിമ വെച്ചു. അപ്പൊ ഞാനോ വെക്കുന്നില്ല. ഞാൻ വെക്കുമ്പോ കൊഞ്ചും വെക്കണം. ഞാൻ എന്താക്കി അത് ഇങ്ങനെ ആക്കണോ? ലൈറ്റ് ഉണ്ടോ അറിയില്ല. നല്ല തണുപ്പ് ഇവിടെ. കുറച്ച് കഴിഞ്ഞപ്പോ ക്യാപ്പില്ല. ഇല്ലടാ ക്യാപ്പൊക്കെ എടുക്കാൻ പറഞ്ഞു. ക്യാപ്പ് ഉണ്ടായിട്ടില്ലേ? എൻ്റെ ബാഗിലുണ്ട്, ഞാൻ എടുത്തില്ല. ഞങ്ങൾ ഇപ്പോൾ മലൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് കയറി വെക്കണം. അവിടെ വേറെ അങ്ങോട്ട് അതാ വണ്ടി സുഖമായിട്ട് പോകുന്നു. ആ അത് മുകളിലതാ ഫയർ. ഇവിടെ മുകളിൽ ഫയറൊക്കെ ഉണ്ട്. അതിന് മുകളിൽ ആൾക്കാർ. ലൈറ്റ് ഉണ്ടാവില്ല. ആൾക്കാർ തീരുന്നുണ്ട്. മുകളിൽ കയറടാ. അവിടെ എന്താ ഇങ്ങോട്ടേ എന്ത് പകൽ രാവിലെ വരണോ അല്ലേ? രാവിലെ ഇങ്ങോട്ട് വരാം നമുക്ക്. അപ്പോൾ നമ്മൾ ലൈറ്റ് സെറ്റാക്കി ഫുൾ സാധനം ഇവിടെ സെറ്റാണ്. വെളിച്ചെണ്ണൊക്കെ തണുപ്പുണ്ട്. വെളിച്ചെണ്ണ ഓർഡറാ. വെളിച്ചെണ്ണൊക്കെ ഐസായി. ഐസല്ല തണുത്തിട്ട് നന്നായിട്ട് കട്ടായി ഒന്നവിടെ. ഇവിടെ ഞങ്ങളവിടെ വണ്ടി എടുത്തതിൻ്റെ ഇപ്പോഴത്തെ ചെക്കന്മാർ ഇവിടെ ഫുള്ള് സെറ്റപ്പ് ആക്കിയപ്പോഴടുത്ത് ഞങ്ങൾ ഫയറൊന്നും ആക്കിയില്ല. നമ്മുടെ കോഫി ആക്കുന്നുണ്ട്. അതാ മിച്ചാണ് കൊളംബിയ സാ കോഫി. കൊളംബിയൻ്റെ കോഫി തണുപ്പാണ്.
എനിക്ക് തണുത്ത് കളിക്കാം. അപ്പോൾ ചിക്കൻ മസാലൻ്റെ പരിപാടിയിലേക്കാണ്. മസാല തേക്കുന്നേ മണം അടിച്ചിട്ട് അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുമോ എനിക്ക് പേടി. വെളിച്ചെണ്ണ കൊട്ടായി വെളിച്ചെണ്ണ ഷേക്ക് സാധനം കിട്ടുന്നുണ്ടോ? ചിക്കൻ എന്തായോളി? ചിക്കന് കുറെ ടൈം അല്ല എന്താ ചിക്കൻ ഷഫ വല്ലതും നടക്കോ? കൊള്ളാണെങ്കിൽ ഇത് തന്നെ ചിക്കൻ ഓയിലിന് പോകുമ്പോൾ ലൈറ്റ് ചെയ്തിട്ടാ. നല്ല പടക്കം പൊട്ടി തന്നെ. ആരാണ് പടക്കം പൊട്ടിക്കുന്നത്? താഴ്ത്തുന്നാടാ. അവിടുന്നാ ഹബീബി യല്ലാ കാണത്തില്ല നിൽക്കാൻ ബ്രെഡ് എന്താ പറയാ തണുക്കുന്ന تشوفها بعد المدة. ഞങ്ങൾ വണ്ടിൻ്റെ പുറത്തുള്ള ചെക്കന്മാർ ഫയറാക്കിയിട്ടുണ്ട്. كيف صديق؟ كيف بارد؟ كيف بارد؟ زيادة؟ والله؟ كم الحين بارد؟ 15? No problem. ഫുള്ള് തണുപ്പാണ് ഇവിടെ. പെരും തണുപ്പ്. എൻ്റെ ഇവിടെ കൂടെ ആങ്ങള് ചെക്കന്മാരെ കൂടെ കൂടി. Good. Yes. രാത്രി നല്ല തണുപ്പ്. ഞങ്ങളുടെ ഇവിടെ കിടന്ന് അവനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ കയറി കിടന്ന് തണുത്തിട്ട് രാത്രി 3 മണിയായപ്പോൾ ഏകദേശം 10 ഡിഗ്രി ക്ലൈമറ്റ്. അപ്പോൾ സൺറൈസ് ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ. ഇൻഷാ അല്ലാഹ് വെയിറ്റ് ചെയ്തിരിക്കണം. രാവിലെ തന്നെ ആടുകൾ ഇറങ്ങിയ മല്ലിൻ്റെ മുകളിൽ അവിടുത്തെ കോഫി ആയിരുന്നു. തണുപ്പ് കാറ്റടിച്ചിട്ട് ചുറ്റണം കാർ കൂടി വെച്ചതാണ്. ഫുള്ള് ആടിറങ്ങിയുള്ള തപ്പാനെ. സൺറൈസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. تأكل؟ ايش نوم؟ രാവിലെ കണ്ടാ ഇവിടെ ഞങ്ങൾ ക്യാമ്പ് ചെയ്തിരുന്നല്ലേ. അല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് കയറാം. നല്ല തണുപ്പാണ്. കാറ്റും തണുപ്പും.
മുകളിൽ കയറി കേട്ടോ. അവിടെ പാർക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറി. ആ സദീഖ് കേവലാൽ അയ്യോ ആ പിന്നെ ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം വരട്ടാ. നമുക്കതിൻ്റെ മുകളിലേക്ക് പോകണം. കയറിട്ട് കയറി 18-ാം പടി കയറി. രാവിലെ നല്ല തണുപ്പും അവിടെ താഴെയൊക്കെ ഫുള്ള് ഓർലാൻഡ് ടീം കേട്ടോ. ഫുൾ ക്യാമ്പിങ്. ശ്വാസം കിട്ടില്ല. ആ എന്താടാ ആ ആ ഒരു മോളിൽ നിന്നുള്ള വ്യൂ ആണിത്. ഏറ്റവും ടോപ്പ്. അവിടെ വലിയ പുല്ലാണ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. എന്തേ നമ്മളിവിടെ ഏറ്റവും ടോപ്പിലേ ഉള്ളത്. അയ്യോ രക്ഷയില്ല. എന്താ രസം. പോകാൻ തുടങ്ങി. നമ്മളുള്ളത് ഇപ്പോൾ ജബൽ ഹൂത്ത മലൻ്റെ മുകളിലാണ്. ഇത് ഏകദേശം 2000 മീറ്റർ മുകളിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബഹല വില്ലേജിൽ നിന്ന് ജബൽ ഹൂത്ത ക്യാമ്പിംഗ് സൈറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. ഇതിലിപ്പോൾ ഏറ്റവും ടോപ്പ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് നിസ്വ ടൗൺ കാണാം, ബഹല വില്ലേജ് അപ്പുറം കാണാം. അതുപോലെ ഫുള്ള് ഏറ്റവും ടോപ്പ്. അതിൻ്റെ ചുറ്റോറും ക്യാമ്പിംഗ് സൈറ്റ്. ഇവിടെ ആ ഭാഗത്തൊക്കെ ക്യാമ്പിംഗ് സൈറ്റ് കാണാൻ പറ്റും. അടിപൊളി. സണ്ണ് അങ്ങനെ നേരെ നമ്മുടെ ഓപ്പോസിറ്റ്. മാത്രമല്ല സാധാ വണ്ടിയും വരുന്നുണ്ട്. ഇപ്പോൾ ചിലർ പറയുന്നത് 4x4 മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. പക്ഷേ അതല്ല, കുറേ ഒരുപാട് സാധാരണ നോർമൽ വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഞങ്ങൾ ഇന്നലെ ഇവിടെ കിടന്നേ. ഞങ്ങളെ അടുത്തുള്ള ടീമാണ്. ഇവിടെ അടുത്തുനിന്ന് ഞങ്ങൾ ഇന്നലെ പോയിട്ട് എന്താ പറയുക, തീയൊക്കെ ഇത് കണ്ട ഡോഗ് ജാക്ക്. كيف نوم؟ ها؟ مروان كيف نوم؟ برافو. അടിപൊളി സാധനം.
രാവിലെ തന്നെ റഹ്മാനെ നല്ല മിസ്കോക്ക് അല്ല. അപ്പോൾ നമ്മൾ ജബൽ ഹുത്ത ക്യാമ്പിങ് കഴിഞ്ഞ് ഇറങ്ങി ഇവിടുന്ന് ഇനി ജബൽ അൽഹംറ വില്ലേജ് കാര്യങ്ങളൊക്കെ ഞങ്ങളപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോവാം.